മാങ്ങ തലയിൽ വീണപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തം ഗുരുത്വാകർഷണ ബലത്തെ കണ്ടുപിടിച്ച് മൂപ്പര് കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് സമാധാനമായി എന്നർത്ഥം. അതിന് മുമ്പ് എത്ര മാങ്ങ വീണുകണ്, ഒരാൾക്കും ഒരു ടെൻഷനുമില്ല, ഒരാൾക്കും ഒരു ടെൻഷനുമില്ല. മാങ്ങ വീഗ് എന്താ ചെയ്യിക്കോട്ടെ, കെയ്യ് തിന്നാന്നല്ലാതെ അതിനെപ്പറ്റി വേറെ വർത്താനം. മണ്ണായാൽ കെയ്യ് തിന്നാന്നല്ലാതെ, അതെടുത്ത് ഓടുക എന്നല്ലാതെ, അതെന്തിനും അടിക്ക് വീണെന്തിനും എന്തെങ്കിലും ആയിക്കോട്ടെ ചങ്ങായി, ഇജ മാങ്ങ എടുത്ത് തിന്നിട്ട് വേറെ പണി നോക്കി, നിൻ്റെ ഈ ഓരോ ആവശ്യമില്ലാത്ത. അതുവരെ മാങ്ങ വീഴാഞ്ഞിട്ടല്ല, പക്ഷെ ആർക്കും ടെൻഷനില്ല. പക്ഷെ ഇയാൾക്ക് മാങ്ങ മണ്ടമക്ക് വീണപ്പോൾ, അത് ചക്ക വീകായിരുന്നെങ്കിൽ അതോടെ കഴിഞ്ഞിരുന്നു, പക്ഷെ മാങ്ങ വീണത് കൊണ്ട് ചിന്തിക്കാനുള്ള അവസരം കിട്ടി. മൂപ്പര് എന്ത് ചെയ്ത് ടെൻഷനായി. എന്താ ടെൻഷനായി എന്ന് പറഞ്ഞാൽ, എന്ത് പിന്നെ തലമക്ക് ഇങ്ങോട്ട് വന്ന് വീണ്, എന്താ അങ്ങോട്ട് പോകാഞ്ഞ്? മൂപ്പര് ഓൾറെഡി അവിടെ നിൽക്കുകയാണ്. അതുവരെ സംഭവം മൂപ്പർക്ക് ഇഷ്കാലൊന്നുമില്ല. മൂപ്പരെന്താ പോകാത്ത മൂപ്പർക്ക് ഇഷ്കാലൊന്നുമില്ല. മൂപ്പര് അവിടെ ഇതുവരെ നടന്നിട്ട് കാലടിയിക്കെന്താ, പിന്നെ മോൾ ചാടിയ സമയത്ത് പിന്നെ അടിയിക്കെന്താ, അങ്ങനെ ഇഷ്കാല് കുറേ കാലത്ത്. പക്ഷേ ഇപ്പം മാങ്ങാണ്ട് വീണപ്പോൾ പെട്ടെന്ന് ടെൻഷനായി. ഓരോന്നിനോട് കാരണമാവുക, മാങ്ങ എന്താ എൻ്റെ മണ്ടമൽ വീണേന്ന് മൂപ്പര് ചിന്തിക്കുക, ടെൻഷനായി. ഈ എന്തുകൊണ്ട് അന്വേഷണം. അവസാനം ഭൂമിക്കൊരു ഗുരുത്വാകർഷണ ബലമുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ അന്വേഷണം കഴിഞ്ഞു, സമാധാനമായി. എന്നാൽ ഇതിനു മുമ്പ് മാങ്ങ വീണില്ലേ, ആർക്കെങ്കിലും സങ്കടം ഉണ്ടായോ? ഇല്ല. അതേപോലെ തന്നെ തൽക്കാലം എപ്പോഴും മൂപ്പരുള്ളത്, മൂപ്പർക്ക് സമാധാനമായി. എന്നാൽ നമുക്ക് സമാധാനമായിട്ടില്ല. മാങ്ങ വീഴാൻ കാരണം ഗുരുത്വാകർഷണമാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എന്താ കാരണം? എന്തുകൊണ്ട് മാങ്ങ വീഴാൻ കാരണം കിട്ടി, അതടിയിലേക്ക് വരാൻ കാരണം കിട്ടി. ഭൂമിയുടെ ഗുരുത്വാകർഷണമാണെന്ന് പറഞ്ഞപ്പോൾ ലോകത്ത് പലവരും അതെഴുതി, അത് അഡ്രസ് ചെയ്തു, അതാളുകളെല്ലാം കൊട്ടിഘോഷിച്ചു. അതിൽ സംതൃപ്തി അണയുന്നു ഒരു സംഘം. അവിടെ അവസാനിക്കുന്നു ചിന്തയുടെ എല്ലാ ചിറകുകളും ഒടിഞ്ഞ്, അവിടെ ചിന്തകൾ അസ്തമിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് ചിന്തകൾ തുടങ്ങണം. എന്തേ ഭൂമിക്ക് ഇങ്ങനൊരു ആകർഷണം കിട്ടിയത്? എന്ത് ഭൂമി, എന്ത് ആകർഷണം, എന്ത് ആകാശം, എവിടെ നിന്ന് തുടങ്ങി, എന്ന് തുടങ്ങി, എന്തിനു തുടങ്ങി, ആരാ, എന്താണിതിൻ്റെ പിന്നിൽ, എന്തുകൊണ്ടെന്ന ചോദ്യം അവിടെ നിൽക്കരുത്, അവസാനിക്കരുത്. വീണ്ടും ചിന്തിക്കണം. ശാസ്ത്രം പറഞ്ഞു വച്ച പലതും, ശാസ്ത്രം പരതി പറഞ്ഞു വച്ച, കണ്ടെത്തി പറഞ്ഞു വച്ച, എഴുതപ്പെട്ട പലതും അവിടെ വെച്ച് ഒപ്പിട്ട് തീർത്തിരിക്കുന്നു. അവർ സുഖമായി കിടന്നുറങ്ങുന്നു. പക്ഷേ ചില ശാസ്ത്രജ്ഞന്മാർ ഉണർന്നിരിക്കുന്നു. രാത്രിയിൽ അവർ പകലെഴുതി വെച്ചത് പലവരും കണ്ട്, അവരെല്ലാം അത് കണ്ട് ആസ്വദിച്ചു കിടക്കുമ്പോൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പാതിരാവിൽ കിടന്ന് വീണ്ടും ചിന്തിക്കുന്നു. ഞാനാ കണ്ടെത്തിയത് കൊണ്ട് അവരെല്ലാം സമാധാനത്തിലാണ്. പക്ഷേ ആ കണ്ടെത്തിയ കാരണത്തിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. അതെന്തുകൊണ്ട്? ഈ എന്തുകൊണ്ടെന്ന ചിന്ത അവസാനമെത്തുന്നത് ഇതിനൊന്നും സമാനമല്ലാത്ത, ഇതിനോടൊന്നും കിടപിടിക്കാത്ത, പരിപൂർണനായ, ഇനി കാരണങ്ങളെ തേടി പോകേണ്ടി വരാത്ത ഒരു ലോകത്ത് എന്നാണോ അവൻ്റെ ഹൃദയം ചെന്നെത്തുന്നത്, അവൻ്റെ ചിന്ത ചെന്ന് മുട്ടുന്നത്, അന്ന് മാത്രമാണ് അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിലേക്ക് എത്താൻ അന്ന് മനസ്സിന് ഒതുക്കം കിട്ടി. അന്ന് വരെ ആ ലയനമാണ് സമാധാനം. അന്ന് മാത്രമേ സമാധാനിക്കാൻ വകയുള്ളൂ. ചിന്തകൾ അവസാനിക്കരുത്. അതവിടെ ചെന്ന് മുട്ടിയാൽ പിന്നെ ലയനത്തിന്റെ തുടക്കമാണ്, ചിന്തയിലെ ആസ്വാദനത്തിന്റെ തുടക്കമാണ്.